കുത്തുകുഴി വായനശാലപ്പടി സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ കോതമംഗലം റോട്ടറി ക്ലബിന്റെ സഹകരണത്തോടെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തി. കുത്തുകുഴി വായനശാലപ്പടി സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ കോതമംഗലം റോട്ടറി ക്ലബിന്റെ സഹകരണത്തോടെയാണ് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. പ്രസിഡന്റ് ജോർജ് കുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കോതമംഗലം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ഉദ്ഘാടനം നിർവഹിച്ചു. നല്ല രീതിയിൽ സ്നേഹത്തോടുകൂടി നല്ല മാനസിക ബന്ധത്തോടുകൂടി നല്ല ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിലെ ഒരു കുടുംബത്തിലെ ഒരാളും ഒരു ലഹരിക്ക് അടിമപ്പെട്ടോ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടോ പോകുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ള എല്ലാം കൂടുതലും ഇതേപോലെ ബ്രോക്കൺ ഫാമിലികളിൽ അച്ഛനും അമ്മയും അടിച്ചു പിരിഞ്ഞ് ആരും ചോദിക്കാനില്ല, നോക്കുന്ന കൂടി ഒരു വെല്ലുമ്മയ്ക്കായിരിക്കും. ഇപ്പോൾ ഒരു വെല്ലുമ്മയ്ക്ക് ഒരു വെല്ലുപ്പന് ഒരു മകനെ എന്തോരം കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു മകളെ എന്തോരം കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സാഹചര്യത്തിലുള്ള കുട്ടികളോ അല്ലെങ്കിൽ യുവജനങ്ങളോ ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ക്രിമിനൽ കേസുകളിലും ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ഡ്രഗ് അഡിക്റ്റ് ആയ കേസുകളിലെല്ലാം പെടുന്നത്. അതുപോലെ നമ്മുടെ നിങ്ങളുടെ തന്നെ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മക്കളും യുവജനങ്ങളും എങ്ങോട്ടോ അല്ലേ, നമ്മുടെ മക്കളും യുവജനങ്ങളും എങ്ങോട്ടാണ് ഈ അഥവാ ഒരു ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷത്തിൽ എത്തിയെങ്കിൽ അതിന് കാരണക്കാരാ അല്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ട് വിമർശിക്കപ്പെടുന്നത് 2K kids ആണ്. 2000-ന് ശേഷം ജനിച്ചവര് 2000-ന് ശേഷം ജനിച്ചവരെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ പരാതി ആളുകൾക്ക്. കാരണം ഒന്ന് വകതിരിവ് എന്ന് പറഞ്ഞ സാധനമില്ല അല്ലേ. അവർക്ക് എങ്ങനെയാണ് വകതിരിവ് നഷ്ടപ്പെട്ടു വരുന്നത്? അതിന് മുമ്പുള്ളവരുടെ കാരണവന്മാർ അല്ലെങ്കിൽ നമ്മൾ മാതൃക കാണിച്ചു കൊടുത്തില്ല. നിങ്ങളുടെ കുടുംബത്തിലെ ആരും ഇതിന് അടിമപ്പെടുന്നില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. അപ്പോൾ അടിമപ്പെടുന്നില്ല എന്ന് തീരുമാനിച്ചാൽ മാത്രം പോരാ. അങ്ങനെ തീരുമാനിക്കണമെങ്കിൽ അവരെല്ലാം അതിൻ്റെ ഒപ്പം കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ കുടുംബത്തില് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളോട് സ്നേഹം വേണം അല്ലേ, നിങ്ങൾ പറയുന്നത് അനുസരിക്കാൻ പറ്റണം. ഇത് നമ്മുടെ ഒരു വിഷയം, നമ്മുടെ ഒരു സമൂഹത്തിന്റെ വിഷയമായിട്ട് ഏറ്റെടുക്കണം. അപ്പം നിങ്ങൾ പോണ വഴിക്ക് ഒരാൾ ഇത്തരത്തിലുള്ള പരിപാടി നടത്തുന്നുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് എന്ത് ചെയ്യണം, അത് തുറന്ന് പുറത്ത് അധികാരികളോടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോടോ പറഞ്ഞത് നിയമത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ പോലീസിനെ അവിടെ വരുത്താനോ അല്ലെങ്കിൽ അവിടെ എക്സൈസിനെ വന്നത് നോക്കാനോ ഉള്ള സംവിധാനം ചെയ്യണം. കുടുംബാംഗമായ കുമാരി ജുവൽ ഡെയ്സൺ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മദ്യം, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും റോട്ടറി ക്ലബ് പ്രസിഡന്റ് ബിനു ജോർജ്, ട്രഷറർ ചേതൻ റോയ്, കൌൺസിലർ ഭാനുമതി ടീച്ചർ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. വിപിൻ കുട്ടപ്പൻ സ്വാഗതവും സെക്രട്ടറി സൂസൻ പൗലോസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.